മാറ്റൂടി മക്കളെ, വണ്ടി അവിടെ നിൽക്കൂല, വണ്ടി അങ്ങോട്ട് പോവും. ഞാൻ നോക്കി വെല്ലിമനെ പറ്റി നിങ്ങൾ ആരും പേടിക്കണ്ട. വേണ്ട മക്കളെ, നിങ്ങൾ പോയിക്കോളി. വെല്ലിമ പിന്നെ വരണ്ട കേട്ടോ, നല്ല മക്കളാണ് കേട്ടോ. വെല്ലിമക്ക് കാല് വേദന ഉണ്ട്. വെല്ലിമന്റെ മക്കള് നല്ല മക്കളാന്നൊക്കെ വെല്ലിമക്ക് നല്ലോണം അറിയാം. പക്ഷേ വെല്ലിമക്ക് വന്നാ ശരിയാവൂല. വെല്ലിമ ആ അമ്മായിന്റെ പുരയിലേക്കൊന്ന് പോട്ടെ, കേട്ടിക്കണോ? മാറ്റാൻ നോക്കൂടി കുട്ടികളെ. ഒറ്റക്ക് നിക്കുമ്പോ പേടിയാവൂലേ? ആർക്ക്? വെല്ലിമക്കാ? ഈ വയസ്സായ വെല്ലിമക്ക് എന്ത് പേടിയാണ്? വെല്ലിമക്ക് ഒരു പേടിയില്ല കുട്ടികളെ. നിങ്ങൾ വേഗം പോയിക്കോളി. ഇമ്മോടെ പോയി ഉമ്മനോട് വേഗം മാറ്റാൻ മതി. ഇമ്മ ദുഃഖപ്പെട്ട് കുത്തിരിക്കണ്ട. ചെല്ലി മോളെ, വേഗം നോക്കി. അമ്മനോട് എന്റെ അമ്മനോട് ഉമ്മ പറഞ്ഞിരിക്കണേ. വേഗം നോക്കൂടി, നല്ല മക്കളാ. ഞാൻ അവിടെ വേഗം അങ്ങോട്ട് പോവും മക്കളെ. പോയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കേണ്ട. അവിടുന്ന് നിങ്ങൾ വിളിച്ചാ ഫോൺ എടുക്കണം കേട്ടോ. അതൊക്കെ വിളിച്ചാ കിട്ടിയില്ലേ? ഞാനിനിയിപ്പോ അവിടേക്ക് പോവാൻ ഇറക്കട്ടെ. പോയാലേ ഉള്ളു. ഇവിടെ നിന്നാലേ ഈറ്റിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കും. അതുകൊണ്ട് പോവാനുള്ള സഞ്ചിയും കവറൊക്കെ എടുക്കട്ടെ. പോട്ടെട്ടോ വാവേ. നമ്മൾ എത്തുമ്പോഴത്തേക്ക് വെല്ലിമ്മ അവിടെ എത്തണം കേട്ടോ. പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് വെല്ലിമ്മ ഇവിടെ എത്തുട്ടോ. നിങ്ങൾ വേച്ചാറാവണ്ട. വെല്ലിമ്മ വേഗം പോവാണ്. നിങ്ങൾ വേഗം പൊയ്ക്കോളിട്ടോ. നേരെ ഇപ്പം കരുതി. മോളെ താക്കോലൊക്കെ ശരിക്ക് വെച്ചോളി. താക്കോലൊന്നും പോയി പോവണ്ട, ഞാൻ കൊണ്ടുപോകണില്ല കേട്ടോ. വേഗം പോയി പോരി നിങ്ങള്. പാവം തോന്നും ചെയ്യുന്ന പോണത് കണ്ടിട്ട്. എന്തായാലും വേണ്ടില്ല, ഓട്ടോറിക്ഷ വിളിച്ചെടുത്ത് നന്നായി. മോനെ ഓട്ടോറിക്ഷ കയറിയ നോക്കിയാട്ടെ. വേഗം നോക്കി കയറുണ്ടോ? സമാധാനമില്ലേ മക്കളെ? വല്യമ്മ നമ്മൾ പോയാൽ പാട് വന്ന പാട് വേഗം വല്യമ്മനെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. അതിന് ഇഷ്ടമൊന്നുമില്ല പോവാൻ. പക്ഷെ സ്വന്തം മക്കൾ തിരിഞ്ഞ് നോക്കാൻ ഞാൻ ഇപ്പം എന്ത് ചെയ്യും? മക്കൾക്ക് ഒരു താല്പര്യമില്ല. വയസ്സായതല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ഈ പെൺകുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുത്തിക്കണേ. ഓരോരോ പ്രസവം ഒരു 3-4 പ്രസവിച്ച പെൺകുട്ടികളാണ്. ആ പ്രസവത്തിനൊക്കെ എത്ര കഷ്ടപ്പെട്ടിക്കണേ ഈ ഉമ്മ. എന്നിട്ടും കണ്ടില്ലേ, എൻ്റെ അമ്മ പറഞ്ഞ മാതിരി ഞാനിനി ഏതായാലും അതിനെ ഒഴിവാക്കൂല. അതെനിക്ക് പോകുമ്പോൾ തന്നെ അതിനെ വിളിച്ചിട്ട് വരായിട്ടാ. നീ വേഗം മാറ്റിക്കോളി മക്കളെ, നമുക്ക് വേഗം പോകാൻ നോക്കുക. വല്യമ്മ പോയപ്പോൾ സമ്മാനമായി. വേഗം കയറി ഗേറ്റ് അടിച്ചാളേ. ഇത്ര ബെല്ലടിച്ചി മോളെ എൻ്റെ പൊരൻ്റെ അകത്ത്. ഞാൻ കൊയ്ഞ്ഞിപ്പോയി. ഓട്ടോറിക്ഷ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ കുറേ നേരം ബെല്ലടിച്ച്. നിങ്ങളാരും വായി തുറക്കില്ല. ഞാൻ വിചാരിച്ചു നിങ്ങളാരും ഇവിടെ ഇല്ല ഇരിക്കുന്നേ. നിങ്ങളെന്താ വിളിക്കാതെ വന്നിക്കണേ? നമ്മളിവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ? എന്ത് ചെയ്യാനാണ്? ഞാൻ ഈ കോലായിപ്പുറത്ത് കുത്തിരിക്കൂ. അപ്പം എന്നെ ആരെങ്കിലും വിളിക്കൂ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു നോക്കും ഒന്നുകൂടി. ഈ എവിടാ മോളെ, ഞാൻ എൻ്റെ കോലായിലുണ്ട് എന്ന് അറിയൂ. അല്ലാതെ ഇപ്പം എന്താണ്? അതിന് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ വയസ്സായ ഒരാളല്ലേ. കുറേ നേരമൊക്കെ എനിക്ക് കോലായി കുത്തിരിക്കാൻ കഴിയും. അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും എന്നോട് ചോദിച്ച് അവിടെ ഉണ്ടല്ലോ, എന്തായി വിളിച്ചിട്ട് നിങ്ങൾ വാലോർക്കാത്തത്? ഓല അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുമുണ്ട്. അങ്ങനെ അവിടെ കയറൂട്ടാ മക്കളെ. ഓളും മക്കളൊന്നും അവിടെ ഇല്ല. ഓലൊക്കെ ടൂറ് പോയിക്കിന്. ഓളമ്മയും ഓളാങ്ങളമാരും ഓളെ കുടുംബക്കാരെല്ലാവരും കൂടി പോകുമ്പോൾ ഓള് പോവാന്നറിഞ്ഞ് എന്നോട് പറഞ്ഞ് ഇനിയും വിളിച്ച്. ഞാൻ പോയില്ല. നിങ്ങൾ പോയില്ല, നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ അവിടുന്ന് പായിപ്പിച്ചല്ലേ ഇങ്ങോട്ട്? അങ്ങനത്തെ വർത്താനൊന്നും പറയരുത്. എന്നെ എങ്ങോട്ട് വായിപ്പിക്കാൻ? എന്നെ അത്രയും കഷ്ടപ്പെട്ട് നോക്കണത് ഓളാ. പിന്നെ എന്നെ കൂടെ വായിപ്പിക്കുക. ഓളമ്മ വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ഓളില്ലേ, ഉമ്മ വരുന്നില്ലെങ്കിൽ ഈ ടൂറിന് വരണ്ട, ഈ അവിടെ നിന്നോന്നാ പറഞ്ഞത്. എന്നിട്ട് അയറ്റാ വർത്താനം പറയണേ. ഇങ്ങനത്തെ വർത്താനം ഒന്നും പറയല്ലേ. ഞാൻ അതാണ് ഇങ്ങോട്ട് വരാത്ത. നിങ്ങൾ ഈ മരക്കളക്കാളപ്പറ കുത്തിരിപ്പ് ഉണ്ടാക്കണ നിങ്ങളാ. ആ പെൺകുട്ടീനെ കൊണ്ട് ഒരിടങ്ങേറുമില്ല. നിങ്ങളാണ് വന്നിട്ട് ഓരോരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണത്. നിങ്ങൾ 3 പെൺകുട്ടികളും കൂടിയാലുണ്ടല്ലോ, ആവൂല മോളെ. എനിക്ക് അണാക്കിന് വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ട് കൊണ്ടാ. വെറുതെ വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എവിടാ കിടക്കേണ്ടി അയച്ചാൽ ഒരു പായോ തൽക്കാനോ എന്താ വെച്ചാൽ തന്നാൾ ഞാൻ എവിടാ വെച്ചാൽ കിടന്നോളാം. എനിക്ക് എന്നോട് വർത്താനം പറഞ്ഞ് തെറ്റാനും ഏറ്റുമുട്ടാനും ഒന്നും തീരെ വയ്യ. എനിക്ക് മനസ്സിനൊരു സമാധാനവും ഇല്ല. തന്നെ മക്കളെ ആലോചിച്ചിട്ട് സമാധാനം ഇല്ലായിട്ടാ, അല്ലാതെ വേറൊന്നുമല്ല. ഇവിടുത്തെ മക്കളെ പറ്റി നിങ്ങൾ എന്താ ചിന്തിക്കലുണ്ടോ? എന്തിനാണടി ഇങ്ങനെ ചുണ്ടൊക്കെ ചോപ്പിക്കുന്നത്? ആ പെൺകുട്ടി അങ്ങനത്തെ ഒരു പണി എടുക്കൂലല്ലോ. ആ പെൺകുട്ടി എടുക്കില്ലെങ്കിൽ എടുക്കണ്ട. നമുക്ക് ചുണ്ടൊക്കെ ചോപ്പിക്കണം, അതുകൊണ്ട് ചോപ്പിക്കുന്നതാ. നിങ്ങൾ ഈ കുറ്റങ്ങൾ കണ്ടിരിക്കാനായിരിക്കും ഇപ്പം കൂടെ തിരക്കിട്ട് വന്നത് അല്ലേ? നിങ്ങൾക്കൊന്ന് വിളിച്ചിട്ട് വന്നാൽ പോരെ. പിക്കലാണ് ഒന്നും പറയണ്ട. ഉമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വസ്ഥത തരൂല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും മക്കളെ, അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാണ്?
ആ മക്കൾ ചെറിയ മക്കളല്ലേ, എൻ്റെ മക്കളൊക്കെ വലിയ മക്കൾ, കല്യാണം കഴിപ്പിച്ച മക്കളും പേരക്കുട്ടികളൊക്കെ ആയില്ലേ. ഓക്കെ അതല്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ ഉള്ളത്. അത് നിങ്ങളും മനസ്സിലാക്കണം. ഒരു നേരം അങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു 2 മുട്ടായെങ്കിലും കൈമ പിടിച്ചുകൂടെ നിങ്ങൾക്ക് വരുമ്പോൾ ആ ചേലിക്ക് ഇങ്ങോട്ട് കയറി വരും. അമ്മായി മുട്ടായി ഉണ്ടോയെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ അനക്കൂല, അസൊരു ഉളുപ്പ് തോന്നൂലേ മനുഷ്യന്മാരായാൽ. എന്ത് പറയാനാ, പോത്ത് പോലത്തെ എൻ്റെ മക്കൾക്കാണ് ഞാൻ മുട്ടായി അതും ഇതൊക്കെ വാങ്ങി വന്നിക്കണേ. ഞമ്മക്ക് ഒരു പൊരൻ്റെ അകത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും മക്കൾക്ക് വാങ്ങി കൊണ്ടുപോയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവുമോ? ഞാൻ വാങ്ങി കൊണ്ടുവന്നിക്കണേ, ഞാൻ എനിക്ക് കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി പറയല്ലേ, എനിക്ക് അങ്ങനെ വരാൻ കഴിയൂല. ഔ, വെള്ളം ചൂടായില്ല മോളെ, ലേസം കൂടെ കൊണ്ടാ. ഇമ്മ എന്തെങ്കിലും പറയണെങ്കിൽ അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ല മക്കളെ. ഞാൻ നിങ്ങളിങ്ങനെ കൊത്തിയത് ഈ പൊയ്ക്കോ, അവിടേക്ക് പൊയ്ക്കോ, ഇവിടേക്ക് പൊയ്ക്കോ എന്നൊന്നും പറയാൻ മാത്രം ഇനി ഉണ്ടാവില്ല. എൻ്റെ ആടെ ഇപ്പം നിങ്ങൾ 4 ദിവസം നിന്നില്ല, ഇനി ഓളാടേക്ക് പൊയ്ക്കോളി. ഓളാടെ 4 ദിവസം നിന്നാൽ പറയും നിങ്ങൾ പോണില്ലേ. എൻ്റെ ആടെ നിങ്ങൾ ഇത്ര ദിവസമായി നിൽക്കണത്. ഇനി അതിനൊന്നും വലിയ ആയുസൊന്നും ഉണ്ടാവില്ല മക്കളെ. നിങ്ങൾ കച്ചറുണ്ടാക്കേണ്ട, അതായത് നിങ്ങൾ സന്തോഷത്തിലെല്ലാവരും കഴിഞ്ഞോളി. എനിക്ക് അതേ പറയാനുള്ളൂ.